നാമ പാക്ക പോരുത് പളനി സ്പെഷ്യൽ ബോട്ടൈറ്റിൻ്റെ ഡേ. അപ്പോൾ ചേച്ചിയാണ് പൊങ്കൽ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാനും അതിനകത്തൊന്ന് ട്രൈ ചെയ്തു കേട്ടോ. പൊങ്കലിൻ്റെ കൂടെ സാമ്പാറും ചട്നി ഉണ്ടായിരുന്നു. പൊങ്കലിൽ കടുക് വറുത്തിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുരുമുളക്, ജീരകം, കറിവേപ്പിലയുടെയൊക്കെ നല്ല ടേസ്റ്റ്, വറ്റൽമുളകിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെയോ എപ്പോഴോ കഴിച്ചു മറന്നൊരു ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ പൊങ്കൽ എന്ന് പറഞ്ഞൊരു സംഭവം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. വിത്ത് വട ഉണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു മസാല ദോശയായിരുന്നു. ഞാനും ഏട്ടനും സനിലും ഒക്കെ ഓർഡർ ചെയ്ത് മസാല ദോശയായിരുന്നു. മസാല ദോശയുടെ കൂടെ വൈറ്റ് റെഡ് ചട്നി ഉണ്ടായിരുന്നു. സാമ്പാർ വിത്ത് വട ഉണ്ടായിരുന്നു. വട എനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ബൂസ്റ്റാണ് ഓർഡർ ചെയ്തത്. ഗുപ്തൻ ചായ ഊതിയായിരുന്നു കുടിക്കാറ്. അതുപോലെ തന്നെ ഞാനും ചായയുടെ ബൂസ്റ്റ് ഊതിയാണ് കുടിച്ചത്. കാരണം നല്ല ചൂടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ദം ബിരിയാണി കേട്ടോ, തമിഴ്നാട് സ്പെഷ്യൽ ദം ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചു. ചില്ലി ചിക്കനും ഉണ്ടായിരുന്നു. തമിഴ്നാടിനൊരു വണക്കമൊക്കെ കൊടുത്ത് നമ്മൾ നേരെ കേരളത്തിലെത്തി. പാലക്കാട് ഏതൊരു സ്ഥലത്ത് നമ്മൾ എത്തിയപ്പോഴത്തേക്കിനും ഞാൻ മുട്ട ബജി ആട്ടോ കഴിച്ചത്. കൂടെ ബൂസ്റ്റും കുടിച്ചു. ഉണ്ണി എൻ്റെ കയ്യിൽ ഇരുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. നൈറ്റ് കഴിച്ചത് പൊറോട്ടയും ചിക്കൻ പാറ്റ്സും കൊള്ളിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ഡിയേഴ്സ്.